ദിവസങ്ങളോളം ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി നിവാസികൾക്ക് ഭീഷണിയായിരുന്ന കടുവ ചത്തു. ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കടുവയെ മയക്കുവെടി വെച്ചത്. കാലിനാണ് കടുവയ്ക്ക് പരിക്കേറ്റത്. തുടർന്ന് ചികിത്സയ്ക്ക് തേക്കടിയിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനം. അതിനിടെയാണ് കടുവ ഇന്ന് ചാകുന്നത്. മയക്കുവെടി വെച്ചതിനു ശേഷം ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ കടുവ ശ്രമിച്ചിരുന്നു. ഇതോടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് കടുവയെ വെടിവെച്ചതെന്നാണ് DFO അറിയിച്ചത്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പീയ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കടുവയാണ് ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ വനംവകുപ്പ് പിടികൂടുന്നത്. ഇന്ന് രാവിലെയും കടുവ വന്യമൃഗങ്ങളെ ആക്രമിച്ചിരുന്നു. പുലർച്ചെ അരണക്കല്ലിലെ ലയത്തിന് സമീപം എത്തിയാണ് ഇത് വന്യമൃഗങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത്. തേയിലത്തോട്ടത്തിൽ വിശ്രമിച്ചിരുന്ന കടുവ അവിടെ നിന്ന് നീങ്ങുമ്പോഴാണ് ദൗത്യസംഘം വെടിയുതിർത്തത്. ആദ്യത്തെ റൗണ്ട് വെടിവെച്ചപ്പോൾ കടുവ അക്രമാസക്തനായിരുന്നു. ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും ശ്രമിച്ചിരുന്നു. പിന്നീട് രണ്ടാം റൗണ്ട് വെടിവെച്ചപ്പോഴാണ് കടുവ മയങ്ങി വീഴുന്നത്. പിന്നീട് കടുവയെ വലയ്ക്കുള്ളിലാക്കി പ്രത്യേക കവചിത വാഹനത്തിൽ തേക്കടിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ചാവുന്നത്. പെരിയാർ കടുവ സങ്കേതത്തിൽ എത്തിച്ച് ചികിത്സ നൽകാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു.